രണ്ട് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങളിലേക്ക് അച്ഛൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്ന തിരുവചനങ്ങൾ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അതേ സമയത്ത് വചനം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം നല്ല എളിമ വേണം, നല്ല അനുതാപം വേണം, എങ്കിലേ കർത്താവിൻ്റെ വചനം തരും. ഇത് കൃപയോട്ടോ, നമുക്ക് കൃപ കിട്ടണം, പരിശുദ്ധാത്മാവിന് കൃപ കിട്ടണം. അപ്പോൾ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല എളിമ വേണം. അതായത് മത്തായിയുടെ സുവിശേഷം 11:25 പിതാവേ നീവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, അതായിരുന്നു അങ്ങയുടെ തിരുവുള്ളം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം തൻ്റെ വെളിപാടുകൾ, തൻ്റെ ജ്ഞാനം, തൻ്റെ കൃപകൾ വെളിപ്പെടുത്തി കൊടുക്കും ശിശു തുല്യമായ ഹൃദയങ്ങൾക്കാണ്, എളിമയുള്ള ഹൃദയങ്ങൾ. ബൈബിളിൽ എളിമ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കൈകൂപ്പി തല കുടിച്ച് പിടിച്ച് നടക്കുന്നു, പാവങ്ങളായിട്ട് നടക്കുന്നു, അതല്ല എളിമ. ബൈബിളിൽ എളിമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവവചനത്തെ കണ്ണും പൂട്ടി സ്വീകരിക്കുന്നതാണ്, വിശ്വസിക്കുന്നതാണ്. അവിടെ യുക്തി ഉപയോഗിക്കാതെ എളിമ, ആ വചനത്തെ അതേപടി അംഗീകരിക്കുന്നവർക്കാണ് എളിമയെന്ന് പുണ്യമുള്ളത്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്ന് സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളിലെ എന്നിലെ ഒക്കെ ബന്ധനങ്ങൾ, അല്ല രോഗങ്ങൾ, അല്ല അസ്വസ്ഥതകൾ മുഴുവൻ മാറണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവവചനം നിങ്ങൾ വിശ്വസിക്കണം, ആ വചനത്തെ മുറുകെ പിടിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവവചനത്തിൽ ആത്മാവുണ്ട്, ദൈവിക ജീവനുണ്ട്. അപ്പോൾ ആ വചനം സ്വീകരിക്കാൻ തയ്യാറാണ്. അത് ചിലരോട് സ്വീകരിക്കില്ല, അതെല്ലാം അവർ എടുത്തങ്ങോട്ട് തട്ടിക്കളയും. അവർ മറ്റുള്ള എല്ലാവരും പറയുന്ന പോലെ സുവിശേഷ വചനങ്ങളുടെ ഒരിക്കലും അങ്ങ് എടുക്കരുത്. ആ വചനത്തിന് അർത്ഥമുണ്ട്, അത് ഇന്നല്ല നാളെ അതിൻ്റെ അർത്ഥം വെളിപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ലൂക്ക 2:19, 2:51 പരിശുദ്ധ അമ്മ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ചിന്തിച്ചിരുന്നു. ഞാനിന്ന് ശുശ്രൂഷ മേഖലയിൽ വരാനോ ഈ ശുശ്രൂഷയിൽ കർത്താവ് എന്നെ കൊണ്ടുവരാൻ ഒറ്റ കാരണം കൊണ്ടാണ്. ഒരൊറ്റ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ ചെയ്തത് ദൈവവചനം സംഗ്രഹിക്കുവാൻ, ധ്യാനിക്കാൻ, അത് പഠിക്കാൻ, അതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ ശ്രമിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, അതൊക്കെ മാറ്റിവെച്ചിട്ട് സുവിശേഷ വചനങ്ങൾ അത് മുഴുവൻ സത്യമാണെന്ന് സംശയം, യുക്തി, അത് ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിൽ ആത്മാവിൽ ഞാൻ അതേപടി അങ്ങ് ബ്ലൈൻഡായിട്ട് ദൈവവചനം സ്വീകരിക്കാൻ തയ്യാറായി. അപ്പോഴാണ് ഈ ആത്മാവിൻ്റെ സഹായം എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടുക ഈ ബഹിഷ്കരണ ശുശ്രൂഷയിലൊക്കെ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റിയത് ദൈവവചനത്തെ കണ്ണും പൂട്ടി. ഇന്ന് പല ആളുകളും അത് വിശ്വസിക്കുന്നില്ല, വചനത്തിൽ നിന്ന് മാറി നടക്കുക. അതാണ് നമ്മുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1:1-15 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:14-15 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 17:17-18-19 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ വചനം, ദൈവവചനങ്ങൾ, സുവിശേഷ വചനങ്ങൾ, അത് സത്യം. അത് വായിച്ചാൽ മതി, സാത്താൻ്റെ ശക്തികൾ വിട്ടുപോയിക്കോളും. നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ നന്നായിട്ട് ഉച്ചത്തിൽ ദൈവവചനം ഇരുന്ന് വായിച്ച്, ബൈബിളൊക്കെ വായിച്ച്, സുവിശേഷ വചനങ്ങൾ വായിച്ച് ആ വീട് വിശുദ്ധീകരിക്കപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. തിരുസഭ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ എല്ലാ കൂദാശകളുടെയും നിർബന്ധമാണ് ദൈവവചനം വായിക്കണം, വചനാധിഷ്ഠിതമാണ്. വചനമില്ലാതെ ഒരു കൂദാശകൾ, കാരണം കൂദാശകൾ മുഴുവൻ ഉണ്ടായത് ദൈവവചനത്തിലൂടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന, കുമ്പസാരം, എല്ലാ കൂദാശകളും ദൈവവചനം. അപ്പം ദൈവവചനത്തെ കണ്ണും പൂട്ടി സ്വീകരിക്കല വേണ്ടത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് അഭിഷേകവും സൗഖ്യവും ലഭിക്കും. യോഹന്നാൻ 15:3 എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധി നിറയണം, വിശുദ്ധി കിട്ടും. വിശുദ്ധി എന്ന പുണ്യം ഇന്ന് എല്ലാവരുടെയും പരാതിയാണ്. ഈ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധിക്കുള്ള കൃപ കിട്ടും, വിശുദ്ധി മുഴുവൻ കിട്ടും. ദൈവവചനം എഴുതും, വായിക്കുക, അതേപടി വിശ്വസിക്കുക, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി 4:4, ലൂക്ക 4:4, യോഹന്നാൻ 4:34 വചനം. അതായത് വലിയ വചനം. ഈശോ പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. വെളിപാട് 19:13-14 അവൻ രക്തത്തിൽ മുക്കിയൊരു മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്ന. സ്വരമോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
ഹെബ്രായ 4:12 കർത്താവിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിച്ചിരുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതിനു മുമ്പിൽ ഒരു സൃഷ്ടിക്കും മറഞ്ഞിരിക്കുക. ദൈവവചനം നമ്മുടെ ഹൃദയം നിറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് വെളിപാടുകൾ കിട്ടും. അത് കഥയൊന്നുമല്ല. ഒരാൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ആളുടെ മുഴുവൻ രഹസ്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. അത് കർത്താവിൻ്റെ വചന വേറെ എന്ത് തലയിരുന്നാലും കാര്യമില്ല. ലോകത്തിലെ ഏതെല്ലാം അറിവും ബുദ്ധിയും തലയിരുന്ന ഒന്നും കിട്ടില്ല. ഇത് കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരം തന്നെ കിട്ടുന്നത് ദൈവ വചനത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. എഫെസസ് 6:17 ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. നിങ്ങൾ പലപ്പോഴും ഈശോനെ ശുശ്രൂഷിക്കുമ്പോൾ ഈ പൈശാചിത്യത്തിൽ ബഹിഷ്കരിക്കപ്പെടുന്ന കർത്താവിൻ്റെ വചനം വെച്ച് വെറും നമ്പർ അതിൻ്റെ ഇപ്പം ഒരു വചനം എടുത്ത് പ്രാർത്ഥിപ്പോൾ ലൂക്ക 9:1 വെച്ച് യേശുനാമത്തിൽ ബന്ധിക്കുമ്പോൾ ആ വചനത്തിൻ്റെ പവറാണ്. അത് ഇരുതല വാളാണ്. അത് അറിഞ്ഞുകൂടാ. അതൊരു ജ്ഞാനം. അത് കൃപയിലൂടെ മാത്രമേ ഗ്രഹിക്കാം. അല്ലാണ്ട് ഈ ഇൻ്റലക്റ്റ് ഉപയോഗിച്ച് കിട്ടത്തില്ല. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. കണ്ട് ബൈബിള് മുഴുവനും അതെ. അവിടെ നിൽക്കുന്നത് അതൊരു വേറെ തലമാണ്. ഇപ്പം പരിശുദ്ധ അമ്മ ഇൻ്റലക്റ്റ് അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അമ്മ വിശ്വാസമാണ്. അതൊരു ബ്ലൈൻഡ് ഫെയ്ത്താണ്. ദൈവകാര്യങ്ങൾ. അതാണ് പരിശുദ്ധ അമ്മ ചോദിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുക. അതായത് ഉദരത്തിൽ വചനം എങ്ങനെയാണ് മാംസം ധരിക്കാൻ പോകുന്നത്. അപ്പോഴാണ് ദൈവദൂതൻ പറയുന്നത്. അതായത് ലൂക്ക 1:33, 34, 35, 36 വചനമുണ്ടല്ലോ. പറഞ്ഞ ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വല്ല മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ വല്ലതാണോ? പക്ഷെ ആ വചനം ഉണ്ടല്ലോ, ആ പറഞ്ഞ വചനം, ആ വചനം അതേപടി വിശ്വസിക്കുകയാണ്. കണ്ണും മൂട്ടി വിശ്വസിക്കുക. ഇത് വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങൾ സംഭവിക്കുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി 5:8 പറയുന്നത് ഹൃദയശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റും. അത് വചനമാണ്. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ദൈവത്തെ കാണാൻ എന്ത് വേണം? വിശുദ്ധി വേണം. ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ആ വചനം നമ്മൾ ഭക്ഷിക്കണം, സ്വീകരിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. യോഹന്നാൻ 4:34 പറയുന്നുണ്ട് നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്തൊരു ഭക്ഷണം, അത് ദൈവവചനമാണ്. ആ വചനം ഭക്ഷിച്ചാൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാലഘട്ടം നിങ്ങൾ ബൈബിൾ വായിക്കണം. ബൈബിൾ അത് സുവിശേഷ അധിഷ്ഠ. ലോകത്തൊരുപാട് പ്രസംഗങ്ങളും പ്രബോധനങ്ങളും പഠനങ്ങളും ഭയങ്കര സംഭവങ്ങൾക്കും അതിനപ്പുറത്തേക്ക് സുവിശേഷ പ്രവാചകന്മാർ, ദൈവം തിരഞ്ഞെടുത്ത് അയച്ച പ്രവാചകന്മാരിലൂടെ, ദൈവം തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരിലൂടെ, 12 അപ്പസ്തോലന്മാരിലൂടെ, അവരിലൂടെ ഒക്കെ ദൈവം പരിശുദ്ധ ആ വചനത്തെ അതേപടി ഈശോമിശ എല്ലാത്തിലും ഒരു ഈശോമിശയിലൂടെ വരുന്ന വചനത്തെ കണ്ണും പൊട്ടി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അന്ധകാരം വിട്ടുപോകും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വചനം വായിക്കുമ്പോൾ ഈശോ കപ്പർന്നഹൂമിൽ സിനഗോഗിൽ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിശാച് ബാധിതന് അലറിക്കൊണ്ട് നസ്രായനായ യേശുവേ, നീ എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ? മന്ത്രി ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. ഈശോ ബഹിഷ്കരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഈ പിശാച് ഇളകാൻ കാരണം? ആ സിനഗോഗിലുണ്ട്. ഇവനൊരു പക്ഷേ എല്ലാ ദിവസവും അവിടെ വരുന്നവന്. പക്ഷേ അവിടെ ഇവൻ ഇളകാൻ കാരണം എന്താ? യേശു വചനമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനമുണ്ട് െങ്കിൽ സാത്താൻ്റെ ശക്തികൾ ഇളകി മറിഞ്ഞു പോയിക്കോളൂ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അത് വാളാണ്. അപ്പം നമ്മുടെ ഉള്ളിലിരുന്നാൽ ഇതിനൊരു ശക്തി ഒഴുകും. ഒരു വചനമെങ്കിലും ഹൃദയത്തിലിരുന്നാൽ അതിനൊരു പവറുണ്ട്. ഇലക്ട്രിക് പവർ ഇങ്ങനെ ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനത്തെ നാം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഈ പവർ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് അപ്പസ്തോല പ്രവർത്തനം 5:12 അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അവർ പോകുമ്പോൾ അവിടെ നിഴലടിച്ചാൽ മതിയായിരുന്നു, സാത്താൻ്റെ ശക്തികൾ ഓടി മാറും. കാരണം വെച്ചാൽ ഈ വചനം അവരെ സ്വീകരിച്ചവർ വചനം അവരുടെ ഹൃദയത്തിലുണ്ട്. ഈശോയെ അവർ സ്നേഹിക്കുന്നുണ്ട്. സംശയമൊന്നുമില്ല. അവർക്ക് പല 2 സ്വഭാവമില്ല, 2 കാഴ്ചപ്പാടില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും 1 കൊരിന്ത്യർ 3:18-19 പോകണം. അതായത് ഈ ഭൂമി പറയണം, നിങ്ങളിൽ ആരെങ്കിലും ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ഭോഷനാക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിൻ്റെ ഭോഷത്വമാണ്. എന്തെന്നാൽ ബുദ്ധിമാന്മാരെ അവരവരുടെ ചിന്തകൾ തന്നെ കുടുക്കുന്നുവെന്നും ബുദ്ധിമാന്മാരുടെ ചിന്തകൾ യുക്തിരഹിതമാണ് ദൈവം അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരുന്നു. അത് സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.
1 കൊരിന്ത്യർ 1:18 നാശത്തിലൂടെ ചരിക്കുന്ന ഒരു കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തി അത്രേ. 1 കൊരിന്ത്യർ 2:2 പറയുന്നുണ്ട്, പൗലോസ് പറയും, ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചത് പറയാം. കാരണം അത് വചനമാണ്. പൗലോസ് കൊണ്ടല്ലോ ഈശോയെ മാത്രം അറിഞ്ഞാൽ മതി, ഇനി വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈശോയെ മാത്രം, കാരണം വചനം മാത്രം അറിഞ്ഞാൽ മതി, വചന ഹൃദയം നിറഞ്ഞാൽ മതി, നമുക്ക് അഭിഷേകം കിട്ടും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാടിൻ്റെ 1:14-15 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുമോ? അതായത് അവൻ്റെ വായിൽ നിന്ന് ഒരു ഇരുവായ് തലവാൾ വചനമൊഴുകുന്നു. ഈ വചനമാണ് നയിക്കുന്നത്. പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ വചനത്തെ വിശ്വസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. 1 യോഹന്നാൻ 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവരുടെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകും. വചനം വായിച്ചുകൊണ്ടിരിക്കും, വചനത്തിൽ ജീവൻ. അത് ആർക്ക് പറഞ്ഞു? അതുകൊണ്ട് യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 40-ാമത്തെ അധ്യായത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 40-ാമത്തെ അധ്യായത്തിൻ്റെ 7, 8, 9 വചനമുണ്ട്. വലിയ വചനമാണ്. ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിൻ്റെ ശ്വാസം ഏൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്ന കർത്താവിൻ്റെ വചനം മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 5:17, 18, 19, 20, 21 വചനമുണ്ട്. അതായത് വലിയ വചനമാണ്. അതായത് നിയമത്തെയോ പ്രവാചകന്മാരെ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് വന്നത്. ആകാശവും ഭൂമിയും പോകും, പക്ഷെ എൻ്റെ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുകയില്ല. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറും, പക്ഷേ എൻ്റെ വചനങ്ങൾ. ലോകത്തൊരുപാട് ചേഞ്ചസ് ഉണ്ടാവും. മനുഷ്യരുടെ കാഴ്ചപ്പാടിലും പഠനങ്ങളിലും വേഷവിധാനങ്ങളിലും പഠനങ്ങളിലും ബോധ്യങ്ങളിലെല്ലാം മാറ്റമുണ്ടാവും. പക്ഷേ എന്തെല്ലാം മാറിയാലും മാറാതെ നിൽക്കുന്ന ഒരു വചനമുണ്ട് ദൈവത്തിനും. അത് മാറില്ലെന്നും, അത് ആദിയിൽ എഴുതപ്പെട്ടതുപോലെ തന്നെ അതിന്നും ഉണ്ടായിരിക്കും. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം, കർത്താവായി എനിക്ക് മാറ്റമില്ല, എനിക്ക് വചനത്തിന് മാറ്റമില്ല. വചനം അന്നത്തെ പോലെ തന്നെ ഇന്നും നിൽക്കും. സർവ്വത്തെ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 14, 15, 16, 17 വചനമുണ്ട്. ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനുണ്ടാകുകയില്ല. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. പൈശാചിക ശക്തികൾ തോൽപ്പിക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ മാത്രമേ ദുഷ്ടാരൂപികൾ നമ്മളെ വിട്ടുപോകുള്ളൂ, തോറ്റുപോകുള്ളൂ. അല്ലെങ്കിൽ അതെപ്പോഴും നമ്മുടെ മേൽ ഭരണം നടത്തും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനമുണ്ട്. കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവരെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, ദുഷ്ടനെ നിങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യും. വചനം നിറഞ്ഞാതെ തിന്മയുടെ ശക്തി വിട്ടുപോകും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും അന്ധകാരം വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നിറച്ച് ദൈവത്തിൻ്റെ വചനം, ജീവൻ്റെ വചനം, സത്യവചനം ഉണ്ടാകണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. വചനം നിറയുമ്പോൾ ആരാണത്? ഈശോ തന്നെ. വചനം ഈശോയാണ്, നമ്മുടെ കർത്താവ് തന്നെ. നമ്മുടെ കർത്താവ് തന്നെ നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയ ശ്രമത്തെ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:18-19 കൃപയും സത്യവുമാകട്ടെ, വചനമാകട്ടെ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചന ഹൃദയത്തിൽ വേണം, നിറഞ്ഞിട്ടാണ് പഠിക്കണം, വായിക്കണം. ഈ രോഗപീഠകളൊക്കെ വിട്ടുപോകുന്നത് ഈ വചനം പറയുമ്പോൾ, വചനത്തിൻ്റെ ശക്തി കൊണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 16, 17 സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്തു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ,
അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ എടുത്ത് തുറന്നു വെക്കണം. വീട്ടിൽ ബൈബിൾ എടുത്ത് വെക്കണം, ബൈബിൾ എടുത്ത് വായിക്കണം. അതായിരിക്കണം ഇനി നമ്മുടെ ഹൃദയത്തെ നയിക്കുന്നത്. 2 തിമോത്തി 4:3 മുതലുള്ള വചനമുണ്ട്. അതാണ് ഈ കാലഘട്ടത്തിന് വരാൻ പോവുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച്, സത്യത്തിൽ വെച്ചാൽ വചനത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ നീ ആകട്ടെ സമചിത്തത പാലിക്കുക, സുവിശേഷകൻ്റെ ജോലി പൂർത്തീകരിക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നീ വ്യാപൃതനാവുകയും ചെയ്യുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപാട് സയൻസുകൾ, ഒരുപാട് സംഭവങ്ങൾ ലോകത്തിന് ഉണ്ടാകുമ്പോൾ നമ്മളോട് പല പല പഠനങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയേക്കരുത്. ഈ ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ, പ്രബോധനങ്ങളോ പഠനങ്ങളോ വലിയ എല്ലാം വരുമ്പോഴും എൻ്റെ മക്കളെ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ തിരുവചനത്തെ മാത്രം ആയിരിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോട് എഴുന്നള്ളിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും മുൻനിർത്തിക്കൊണ്ട് അവൻ്റെ നാമത്തിൽ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ വിളിയിലൂടെ ലഭിച്ച കൃപയ്ക്കും ആത്മീയ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലൂക്ക 9:1-2 നിന്ന് അവൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും. അതായത് 12:28-29 നിന്നുകൊണ്ട് ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അഥവാ ശക്തനായൊരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ പറ്റുമോ? ബന്ധിച്ചാൽ അവനുള്ളത് മുഴുവൻ കൈക്കലാക്കാൻ പറ്റും. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മകൻ്റെയും മകളുടെയും ആത്മാക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, തകർച്ചകളുടെ, ശാപത്തിൻ്റെ ദുഷ്ടാരൂപികളോട് ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 1 യോഹന്നാൻ 3:8 വേശ്യ 22 തിന്മയുടെ അരൂപികളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ മക്കളുടെ മേലും ഇവിടെ കുടുംബം മുഴുവൻ്റെ മേലും ദേശം മുഴുവൻ്റെ മേലും സ്വാധീനം പുലർത്തുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങള്, പൈശാസിക ആരാധന, സേറ്റൻ വർഷിപ്പുകൾ, അന്ധവിശ്വാസങ്ങൾ, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, പൈശാസിക മേഖലകൾ, കൈനോട്ടം, രാഹുകാലം തൊട്ട് പൈശാസിക മേഖലകളിൽ പോയിട്ടുള്ള മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ, ഏതെല്ലാം ഭവനങ്ങൾ ഇത്തരം മ്ലേച്ഛ വസ്തുക്കൾ കുഴിച്ചിടുകയോ ശരീരത്തിൽ അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ അവൻ്റെ മേലും അവളുടെ മേലും ആ കുടുംബത്തിലും പ്രവർത്തിക്കുന്ന, രഹസ്യമായി പ്രവർത്തിക്കുന്ന, പരസ്യമായി പ്രവർത്തിക്കുന്ന പൈശാസിക അരൂപികളോട് ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ ഞാൻ അവയെ മത്തായി 12:28-29 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഫിലിപ്പിയർ 2:3 2 കരം ഉയർത്തിപ്പിടിക്കട്ടെ. ഈ കൂട്ടായ്മയുള്ള മക്കളിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്ന മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്ന് ലഹരികളുടെ, വ്യഭിചാരത്തിൻ്റെ, സ്വയംഭോഗത്തിൻ്റെ, സ്വവർഗരതികളുടെ, ബ്ലൂ ഫിലിമിൻ്റെ, അവിഹിത ബന്ധങ്ങളുടെ, പ്രേമബന്ധങ്ങളുടെ പൈശാചിക അരൂപികൾ ഈ കൂട്ടായ്മയുടെ ആരെല്ലാം മനസ്സിൽ, ശരീരത്തിൽ, കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവനിലും അവളിലും പ്രവർത്തിക്കുന്ന ഈ തിന്മയുടെ അരൂപികളോട് ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ ലൂക്ക 9:1-2 അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. കൂട്ടായ്മയുള്ള മക്കളുടെ ഭൗതിക മേഖലയിലുള്ള ബന്ധനങ്ങൾ, ജോലി സ്ഥലത്ത്, കൃഷിയിടത്തിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ അരൂപികൾ രഹസ്യമായും പരസ്യമായിട്ടും അവിടെ വളർച്ച, ആത്മീയ വളർച്ച, ഭൗതിക വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന, ഭൂമിയിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന തിന്മയുടെ അരൂപികൾ, ആ പൈശാചിക ശക്തികൾ ഏതെല്ലാം മേഖലകളിൽ, വസ്തുക്കളിൽ, വ്യക്തികളിൽ, സ്ഥാപനങ്ങളിൽ, സ്ഥലങ്ങളിൽ രഹസ്യമായോ പരസ്യമായോ പലതരത്തിൽ വ്യക്തികളിലൂടെ, വസ്തുക്കളോട്, സാഹചര്യ സംഭവങ്ങളോട്, അന്തരീക്ഷത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ മക്കളുടെ ഭവനങ്ങൾ, വീടുകൾ, വീടിൻ്റെ മേലൊക്കെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്ന തിന്മയുടെ അരൂപികളോട് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവായ യേശു എനിക്ക് നല്ല കൃപയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവയെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു.
ഒറ്റ വിളിച്ചോയേ. വീണ്ടും കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയുള്ള മക്കളുടെ ശരീരത്തിൽ രോഗപീഠകളോട് തലച്ചോർ സംബന്ധമായ രോഗം, വിട്ടുമാറാത്ത തലവേദന, ബ്രെയിൻ ട്യൂമറുകൾ, ഹെമറേജുകൾ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, വായ്ക്കകത്തുള്ള ക്യാൻസറുകൾ, തൊണ്ടയ്ക്കുള്ള ക്യാൻസർ, കൈകാല ക്യാൻസറുകൾ, അപകടം വന്ന് കിടക്കുന്ന മക്കൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ലങ്സ് സംബന്ധമായ രോഗങ്ങൾ, കരൾ സംബന്ധമായ എല്ലാത്തരം സെക്ഷൽ ഡിസീസുകളും, നട്ടലിൻ്റെ രോഗങ്ങൾ, ഉദരരോഗ പീഡകൾ, വയൻകുടൽ, ചെറുകുടലുള്ള രോഗങ്ങൾ, ട്യൂമറുകൾ, പൈശാചിക ബന്ധനങ്ങൾ, കൈകാലുകൾ, രോഗപീഠകൾ, മാനസിക വിഭ്രാന്തി, ഡിമെൻഷ്യ, ഡിപ്രഷൻ രോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, കുടുംബത്തിലെ ഭിന്നത, വെറുപ്പ്, പക, അഹങ്കാര, അഹന്ത, അനുസരണമില്ലായ്മ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക അരൂപിയോട് കൽപ്പിക്കുന്നു, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ആ രോഗപീഠകളെ, പൈശാചിക പീഠകളെ യേശുവിനെ കുറിച്ച് വട്ടി ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. ഈ കൂട്ടായ്മയുള്ള മക്കളുള്ള അവിശ്വാസം, യുക്തിവാദം, എതിർചിന്തകള്, നിരീശ്വര ചിന്തകള്, വിശ്വാസമില്ലാത്ത മക്കള്, സഭാവിരുദ്ധ ഗ്രൂപ്പുകളിൽ പെടുന്ന മക്കള്, വൈദികരെ പീഡിപ്പിക്കുന്ന മക്കള്, മെത്രാന്മാരെ പീഡിപ്പിക്കുന്ന മക്കള്, പരിശുദ്ധ കുർബാനയ്ക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന മക്കള്, പാപത്തിന്റെ പൈശാചികത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം മക്കള്, അവരുടെ പ്രവർത്തിക്കുന്ന സാത്താന്റെ അരൂപികളോട് ഞാൻ കൽപ്പിക്കുന്നു, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധിക്കുന്നവരെ കർത്താവേ, അങ്ങയുടെ ആവശ്യത്തിനെ വിശുദ്ധീകരിക്കണമേ, സന്യസ്തരെ വിശുദ്ധീകരിക്കണമേ, കുടുംബജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ, കുടുംബജീവിതങ്ങളെ, പൗരോഹിത്യ ജീവിതത്തെ, സമർപ്പിത ജീവിതങ്ങളെ നശിപ്പിക്കുന്ന പാപത്തിന്റെ ശക്തികള്, പൈശാചിക ശക്തികളോട് കൽപ്പിക്കുന്നു. എന്റെ കർത്താവായ യേശു നാമത്തിൽ എഫേസ്യർ 6:12 1:3-8 അവയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:30 ഒറ്റ വിളിച്ചോയേ. ഈശോയേ, ഈശോയേ, ഈശോയേ.